നമസ്കാരം. ഉത്തരകാശിയിലെ മേഘവിസ്ഫോടന വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളവും നടുങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. നിലവിൽ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ പെയ്യുമെന്ന് പറയുന്നത്. 2 ദിവസം കൂടി സംസ്ഥാനത്ത് വ്യാപകമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം കേരളമടക്കം നിരീക്ഷിച്ചു വരികയാണ്. കാരണം ഇനി മഴ സാധ്യതയുള്ളത് കേരളത്തിലാണ്. കാരണം നേരത്തെയും വലിയ മഴകളെല്ലാം തന്നെ ഭീഷണിയായി ഒരുപക്ഷെ കേരളത്തിൽ മാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രത്യേക നിരീക്ഷണം കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക മുന്നൊരുക്കങ്ങളും ഇപ്പോൾ നടത്തി വരികയാണ്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു വരികയാണ്. നിലയ്ക്കാതെ പെയ്യുന്ന മഴയും മേഘവിസ്ഫോടന ഭീതിയും സംസ്ഥാനത്തെ സാരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. മേഘവിസ്ഫോടനം എന്നത് കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവമല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. 2018 പ്രളയമുണ്ടായത് മുതൽ തന്നെ നമ്മുടെ തലയ്ക്കുമീതെ രൂപപ്പെടുന്ന ദുരന്ത സൂചനകളായി ഇവ മാറാറുണ്ട്. വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീതി ഇനിയും വിട്ടുമാറാത്ത സംസ്ഥാനത്തിന് നിർത്താതെ പെയ്യുന്ന ഓരോ പെരുമഴയും ദുരന്ത സൂചനകളാണ്. കാലാവസ്ഥ വിദഗ്ധരുടെ കണക്കുകൂട്ടലുകൾ പോലും പിഴച്ചിട്ട ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായ ദിനങ്ങൾ കേരളം ഒരിക്കലും മറക്കാനിടയില്ല. അത്തരത്തിൽ മനുഷ്യന്റെ ധാരണകളെ തെറ്റിച്ച് വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറുന്നത് നിത്യസംഭവമായി മാറിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയും അതുതന്നെയാണ്. കേരളത്തിൽ പലപ്പോഴായി മേഘവിസ്ഫോടനത്തിന് കാരണമായ കണക്കുകളിലേക്ക് മഴ എത്തിയിട്ടുണ്ട്. കാലാവസ്ഥ വിഭാഗം നൽകുന്ന കണക്കനുസരിച്ച് മണിക്കൂറിൽ 100 മില്ലിമീറ്ററിലധികം വരുന്ന മഴ മേഘവിസ്ഫോടനം കാരണമാണ്. മണിക്കൂറുകൾ കൊണ്ട 200 മില്ലിമീറ്റർ മഴക്കണക്കിൽ എത്തിയിട്ടുണ്ട് പത്തനംതിട്ട അടക്കമുള്ള ജില്ലകൾ. പക്ഷേ വലിയ ആപത്തിലേക്ക് എത്തിപ്പെടാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. പലതും മിനി ക്ലൗഡ് ബേസ്റ്റുകളായി മാറിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഉത്തരാഖണ്ഡിലുള്ളതുപോലെ ഒരു വൻ മേഘവിസ്ഫോടനം എത്തരുതേ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് സംസ്ഥാനം. ചെറുതും വലുതുമായ അപകട സാധ്യത ഏറെയുള്ള ഒട്ടേറെ ഡാമുകളുള്ള സംസ്ഥാനം കൂടിയാണ് കേരളത്തിലേത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ഒന്ന് പിണങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്നത് വൻ ദുരന്തം തന്നെയായിരിക്കും. നമ്മുടെ മുൻപിൽ മുല്ലപ്പെരിയാർ ഡാം അടക്കം വലിയ ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ നിർത്താതെ മഴ പെയ്താൽ കേരളം മുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത്രയും ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൻ്റെ ഭൂഘടനയ്ക്കുള്ളത് എന്നത് പറയാതെ തന്നെ അറിയാവുമായിരിക്കും. മാത്രമല്ല ഡാമുകളടക്കം അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഭീതിയുമുണ്ട്. മേഘവിസ്ഫോടനം ഉണ്ടായാൽ ദുരന്തത്തിൻ്റെ കഥകൾ മാത്രമാണ് പിന്നീട് നമുക്ക് കേൾക്കാനും ബാക്കിയുണ്ടാകൂ. വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേഴ്സ് എന്ന ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിൽ വലിയ മഴ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അനുബന്ധമായി ഉണ്ടാകാറുണ്ട്. ഇടിയും മിന്നലും കാറ്റും ഒക്കെ വരുന്നതോടെ ആ പ്രദേശം തന്നെ വലിയ രീതിയിൽ പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ഒരുപക്ഷെ അത് ജീവൻ നഷ്ടപ്പെടുന്നതടക്കമുള്ള വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ കേരളം ഇത്തരം സ്ഥിതിഗതികളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. 2018-ലും 2019-ലും വയനാട് ദുരന്തവും എല്ലാം തന്നെ നമുക്ക് മുന്നിലുള്ള നേർചിത്രങ്ങളാണ്. മേഘവിസ്ഫോടനത്തിൻ്റെ ക്രൂരമായ മുഖം നമ്മൾ കണ്ടത് അമർനാഥിലായിരുന്നു ആദ്യം. 2022-ൽ മേഘവിസ്ഫോടനം ഉണ്ടായപ്പോൾ ഏതാണ്ട് 16ഓളം പേരാണ് മരിച്ചത്. നിരവധി പേരെ കാണാതായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി. ഉത്തരാഖണ്ഡിലും മേഘവിസ്ഫോടനം ഇത്തരത്തിലെത്തുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തരുതേ എന്ന പ്രാർത്ഥന തന്നെയുണ്ട്. പലയിടത്തും വലിയ ദുരന്തങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾ കാരണമായിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ നേരത്തെ തന്നെ മണ്ണിടിച്ചിലിൻ്റെയും മഴ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ തീവ്രത കുറയാൻ ഇപ്പോൾ കാരണമായിട്ടുണ്ട് ഒരു പരിധിവരെ. എന്തായാലും മഴ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനമുള്ളത്.